അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ സോണിയുടെ സെക്കൻഡ് സ്റ്റേറ്റ് ഓഫ് പ്ലേ എന്ന് പറഞ്ഞ ഷോ കഴിഞ്ഞിരിക്കുകയാണ്. കുറേ ആൾക്കാർ GTA 6ൻ്റെ തേർഡ് ട്രെയിലറൊക്കെ ഇതിൽ കാണിക്കുന്നു വിചാരിച്ച് കാത്തിരുന്നുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ടാവും. എന്തായാലും GTA 6നെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നിങ്ങളോട് എനിക്കൊരു സോറി പറയാനുണ്ടായിരുന്നു. വീഡിയോ റെഗുലർലി കാണുന്ന ആളുകൾക്കറിയാം എന്താണെന്നുള്ള കാര്യം. എന്തായാലും സോറി. എന്തായാലും ഈ സെക്കൻഡ് സ്റ്റേറ്റ് ഓഫ് പ്ലേയിലെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഗെയിം റിവ്യൂൽ നമ്മുടെ വോൾവറിൻ എന്ന് പറഞ്ഞ ഗെയിമിൻ്റെതായിരുന്നു. പിന്നെ നിങ്ങൾ ഈ ഷോ ലൈവായിട്ടാണോ കണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ലൈവായിട്ടായിരുന്നു കണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വോൾവറിൻ എന്ന് പറഞ്ഞ ഗെയിമിൻ്റെ ലൈവ് അല്ലെങ്കിൽ റിവീൽ ചെയ്ത ടൈമിൽ ചാറ്റ് മൊത്തം നെഗറ്റിവിറ്റി ആയിരുന്നു. സത്യം പറഞ്ഞാൽ ചാറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് ഈ ഗെയിം ഓക്കെ ആണെന്ന് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിലുള്ള മിക്ക ആൾക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതെന്തോന്ന് പ്ലേയബിൾ മൂവിയാണോ, കൂടുതലും കട്ട് സീനാണല്ലോ, ഇതിൽ ഗെയിം പ്ലേ എവിടെ. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞത് ഇത് റീസ്കിൻ്റെ സ്പൈഡർമാൻ ഗെയിമാണ്. അതായത് നമ്മുടെ സ്പൈഡർമാൻ ഗെയിം എന്ന് പറഞ്ഞാൽ അതേ ഗെയിം തന്നെയാണ്. ഇത് ആകെയുള്ളൊരു വ്യത്യാസം ഇതിൽ മെയിൻ ക്യാരക്ടർ സ്പൈഡർമാൻ അല്ല വോൾവറിനാണ്. വോൾവറിൻ ഗെയിം സ്പൈഡർമാൻ ഗെയിം പോലെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പരിധി വരെ വിശ്വസിക്കാൻ പറ്റും. കാരണം ഇൻ ടേംസ് ഓഫ് കോമ്പാറ്റും അല്ലെങ്കിൽ ഓവറോൾ ഫീലും ഈവൻ വിഷ്വൽസും ഒക്കെ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ സ്പൈഡർമാൻ 2 ഒക്കെ ആയിട്ട് സിമിലാരിറ്റി ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം കംപ്ലീറ്റ്ലി സ്പൈഡർമാൻ 2 ഗെയിം പോലെ തന്നെയാണ്. ആകെ ഒരു വ്യത്യാസം മെയിൻ ക്യാരക്ടർ ചേഞ്ച് മാത്രമാണെന്ന് പറഞ്ഞാൽ ഐ വോണ്ട് അഗ്രി വിത്ത് ദാറ്റ്. പക്ഷേ ഇതിൻ്റെ റിവ്യൂവിൽ ഞാൻ കണ്ട നെഗറ്റിവിറ്റി പോലെയൊന്നും നെഗറ്റീവ് പറയാൻ മാത്രമുള്ള ഗെയിമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആക്ച്വലി എനിക്ക് അത്യാവശ്യം നല്ല ഗെയിമായിട്ടാണ് തോന്നിയത്. ഇൻഫാക്റ്റ് ഒരു വോൾവറിൻ ഗെയിമിൽ വേണ്ട എല്ലാ കാര്യവും ഇതിലുണ്ട്. അത് വിഷ്വൽസ് നോക്കുകയാണെങ്കിലും ഇനി കോമ്പാറ്റിൻ്റെ സ്റ്റൈൽ നോക്കുകയാണെങ്കിലും വയലൻസ് നോക്കുകയാണെങ്കിലും ഗോർ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ബ്ലഡ് നോക്കുകയാണെങ്കിലും ഇതൊക്കെ ആവശ്യത്തിന് ഈ ഗെയിമിലുണ്ട്. ഇത് കംപ്ലീറ്റ്ലി സ്പൈഡർമാൻ ഗെയിം പോലെയാണെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഓവറല്ലേ. പിന്നെ കുറേ ആൾക്കാരുടെ പ്രശ്നം നമ്മുടെ വോൾവറിൻ എന്ന് പറഞ്ഞ ഗെയിം ഇത് ഓപ്പൺ വേൾഡ് ഗെയിം അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നെന്നത്തടിച്ച് കരയുന്ന കുറേ ആൾക്കാരുണ്ട്. എല്ലാ ഗെയിമും ഓപ്പൺ വേൾഡ് ഗെയിം ആവേണ്ട ആവശ്യമില്ല. ഇൻഫാക്റ്റ് എല്ലാ ഗെയിമും ഓപ്പൺ വേൾഡ് ഗെയിം ആയാൽ അത്ര എൻ്റർടൈനിങ്ങും ആയിരിക്കില്ല. എൻ്റെ ഒപ്പീനിയൻ ഇത് ഓപ്പൺ വേൾഡ് ഗെയിം അല്ലാതെ നമ്മുടെ ഗോഡ് ഓഫ് വാർ അതുപോലെയൊക്കെ ഉള്ളൊരു ഗെയിം ആവുന്നത് തന്നെയാണ് ബെറ്റർ. എന്തായാലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ ഗെയിം മോശമില്ലാത്ത ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയത്. വിഷ്വൽസ് നോക്കുകയാണെങ്കിലും അതുപോലെ ഇൻ ടേംസ് ഓഫ് ഗെയിം പ്ലേ നോക്കുകയാണെങ്കിലും ഇറ്റ് ലുക്സ് ഫൈൻ. പിന്നെ സ്പൈഡർമാനായിട്ട് സിമിലാരിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആഫ്റ്റർ ഓൾ സെയിം സ്റ്റുഡിയോ ഡെവലപ്പ് ചെയ്യുന്ന ഗെയിമാണ്. സോ എന്തെങ്കിലുമൊക്കെ സിമിലാരിറ്റി ഇല്ലാതിരിക്കില്ല. ബട്ട് ഓവറോൾ ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ. ഈ ഷോയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റിവീൽ നമ്മുടെ ഗോഡ് ഓഫ് വാർ സീരീസിലെ പുതിയ ഗെയിമാണ് ഗോഡ് ഓഫ് വാർ ലോഫേ. ഈ ഗെയിം റിവീൽ ആയതിനു ശേഷമുള്ള ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ ഗെയിമിനെ കുറിച്ച് ഇഷ്ടം പോലെ ഡിസ്കഷൻസ് റെഡിറ്റിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഡിസ്കഷനൊന്നും ഈ ഗെയിമിൻ്റെ വിഷ്വൽസിനെ കുറിച്ചോ ഇതിലെ ഗെയിം മെക്കാനിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഗെയിം പ്ലേനെ കുറിച്ചോ അല്ലെങ്കിൽ സ്റ്റോറിനെ കുറിച്ചോ ഒന്നുമല്ല. ഇറ്റ്സ് അബൌട്ട് ദ മെയിൻ ക്യാരക്ടർ. എന്തായാലും ഈ ഗെയിം റിവ്യൂവിന് ശേഷം ഗോഡ് ഓഫ് വാർ ഫാൻസ് ഒന്നും അത്ര ഹാപ്പിയല്ല. വലിയൊരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ ആക്ച്വലി അൺഹാപ്പിയാണ്. കാരണം ഇതിൽ നമ്മൾ കളിക്കുന്നത് ക്രേറ്റോസ് ആയിട്ടല്ല, ഇൻസ്റ്റെഡ് ക്രേറ്റോസിൻ്റെ വൈഫ് ഫേയ് ആയിട്ടാണ്. സോ കുറേ ആൾക്കാർ പറയുന്നത് ഇത് നമ്മുടെ വോക്ക് LGTV-കാരുടെ മൂവ്മെൻ്റ് ആണ്. അവരെന്താണ് ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും ഈ ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ മെയിൽ ക്യാരക്ടറുള്ളടുത്ത് ഫീമെയിൽ ക്യാരക്ടറിനെ കൊണ്ടുവച്ചിടും. സോ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണെന്നാണ് കുറേ ആളുകൾ പറയുന്നത്. പക്ഷേ എനിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വലിയൊരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ ആക്ച്വലി ഈ ഗെയിം കളിക്കാത്തവരാണ്. സോ ഇവർ ഈ ഗെയിംസിൽ വരുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂസ് അതുപോലെ കറക്റ്റ്നെസ് ഇതിനും ഫോക്കസ് ചെയ്ത് വീഡിയോ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അവരൊക്കെയാണ് കുറേയധികം ഇത് പുഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ളതാണ് കുറേ ആൾക്കാർ ചോദ്യം ചെയ്യുന്നത് ഇത് ഏതാണ് ഈ റാൻഡം പെണ്ണുങ്ങൾ, എന്തുകൊണ്ടാണ് ഈ റാൻഡം പെണ്ണുങ്ങളായിട്ട് നമ്മൾ ഗോഡ് ഓഫ് വാർ പുതിയ ഗെയിമിൽ കളിക്കുന്നതെന്നൊക്കെ. പക്ഷേ ഇത് റാൻഡം പെണ്ണുങ്ങളല്ല. നിങ്ങൾ നമ്മുടെ ഗോഡ് ഓഫ് വാർ 4ഉം നമ്മുടെ റാഗ്നറോക്ക് കളിച്ചിട്ടുണ്ട്. ഒബ്വിയസ്ലി ആരാണ് ഈ ക്യാരക്ടറിനുള്ള ഫെമിലിയർ ആയിരിക്കും. ക്രേറ്റോസിൻ്റെ വൈഫാണ്. ഇപ്പോൾ ഗോഡ് ഓഫ് വാർ 4 ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒരു വലിയ ക്രേറ്റോസിൻ്റെ വൈഫ് മരിച്ചിട്ടാണ് ഗോഡ് ഓഫ് വാറിലുള്ളത്. പക്ഷേ എന്നാലും ആ ഒരു സ്റ്റോറിയിലെ വലിയൊരു ഘടകമാണ് ഈ ക്യാരക്ടർ. സോ അങ്ങനെ നോക്കുമ്പോൾ ഇത് അങ്ങനെ റാൻഡം പെണ്ണുങ്ങളൊന്നുമല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം മിക്ക ആളുകളും ഗോഡ് ഓഫ് വാർ സീരീസ് കളിക്കുന്നത് ക്രേറ്റോസ് ആയിട്ട് കളിക്കാനാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ആളുകളുടെ ഫ്രസ്ട്രേഷൻ എനിക്ക് മനസ്സിലാവും. ബട്ട് അറ്റ് ദ സെയിം ടൈം കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ സ്റ്റോറി അല്ല ഇത്. സോ നമ്മുടെ ഗോഡ് ഓഫ് വാറിൽ ക്രേറ്റോസിന് പകരം ഫേ ആയി കളിക്കുന്നത് എനിക്ക് പേഴ്സണലി അങ്ങനെ വലിയൊരു ഇഷ്യൂ ആയി തോന്നുന്നില്ല. കാരണം ഈ ക്യാരക്ടറിനും ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു സീരീസിൽ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇവരിത് ചെയ്യുന്നത് പ്യുവർലി വോക്ക് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് ഇതിൽ ഫീമെയിൽ ഇല്ലല്ലോ, സ്ട്രോങ് മെയിൽ ക്യാരക്ടറാണല്ലോ, ഇതിനൊരു ഈക്വൽ ആളെ ഫീമെയിലെ കൊണ്ടുവരണം. ആ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ടാണ്. അതുപോലെ ഇതിൻ്റെ സ്റ്റോറിയും ഫോഴ്സ്ഡ് ആണെങ്കിൽ ഐ വോണ്ട് ലൈക്ക് ഇറ്റ്.
പിന്നെ ഇതിൽ ഞാൻ 100% ഓൾറെഡി ഹേറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ടോക്കിംഗ് ക്യൂബ്, ഫ്രാങ്കോ അങ്ങനെ എന്തോ ആണ് പേര്. സത്യം പറയാലോ നമ്മുടെ ഡിസ്നി ക്യാരക്ടറിലൊക്കെ ഉള്ള കമ്പാനിയനെ പോലെ അല്ലെങ്കിൽ പൊതുവേ കാർട്ടൂൺസിലൊക്കെ കാണുന്ന ഒരു അനോയിങ് കമ്പാനിയൻ ഉണ്ടാവില്ലേ, അതുപോലുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇനി അഗെയിൻ ഇതിനെന്തെങ്കിലും പ്രീവിയസ് സ്റ്റോറീസുമായിട്ട് റെലവൻസ് ഉണ്ടോയെന്ന് അഗെയിൻ അതെനിക്ക് പേഴ്സണലി അറിയില്ല, മേ ബി എൻ്റെ ലാക്ക് ഓഫ് നോളജ് ആയിരിക്കാം. പക്ഷേ ഇങ്ങനൊരു സാധനം ഗോഡ് ഓഫ് വാർ സീരീസ് പോലത്തെ ഒരു സീരിയസ് ടോണുള്ള ഗെയിം, പൊതുവേ ഗോഡ് ഓഫ് വാർ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കോമഡി അടിയും അങ്ങനെയുള്ള ഫോഴ്സ് കോമഡിയും ക്രിഞ്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഗെയിമാണ്. ഫാദർ സൺ റിലേഷൻ കാണിക്കുന്നതും അതുപോലെ ഒരു സ്ട്രോങ് മെയിൽ ക്യാരക്ടറിൻ്റെ സ്റ്റോറിയുമാണ്. സോ അങ്ങനെയുള്ള ഒരു ഗെയിമിൽ ഇതുപോലെ യെസ് അഗെയിൻ ഇതിൽ ഫേ ആണ് മെയിൻ ക്യാരക്ടർ എന്നറിയാം, പക്ഷേ ഇത് കുറച്ച് വോക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ഫോഴ്സ്ഫുള്ളി ഒരു കമ്പാനിയൻ, എനിക്ക് തോന്നുന്നു ഒന്നിൽ കൂടുതൽ കമ്പാനിയൻ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഈ കാണിച്ചത് വെച്ചിട്ട് ഈ ക്യൂബ് എന്താണ് ആരാണെന്നൊന്നും എനിക്കറിയില്ല, ബട്ട് ഐ ഡു നോട്ട് ലൈക്ക് ദിസ് ഷിറ്റ്. എന്തായാലും ഓവറോൾ ഗെയിമിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് മുഴുവൻ കണ്ടതിന് ശേഷം ഒരു മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു. കാരണം ഇമ്മീഡിയറ്റ്ലി ഫെയർ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ക്യാരക്ടർ പെണ്ണാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ര ടേൺ ഓഫ് ആയിരുന്നില്ല. ബട്ട് ഇത് ഓവറോൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ഇപ്പോൾ സത്യം പറയാൻ ഒരു ഡൗട്ടുണ്ട്, ഇത് വോക്ക് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പുഷ് ചെയ്തിട്ടുള്ള സംഭവമാണെന്നുള്ളത്. കാരണം ടോക്കിംഗ് ക്യൂബ്, പിന്നെ മെയിൻ ക്യാരക്ടറിന് അത്ര ഭംഗിയില്ല, ഐ ഡോണ്ട് നോ. പിന്നെ ഈ ഷോയിൽ അനൗൺസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഗെയിമാണ് ഇതൊരു ഫസ്റ്റ് പേഴ്സൺ ഹൊറർ ഗെയിമാണ്. ബൈ ദ വേ ഈ ഗെയിം ആക്ച്വലി അനൗൺസ് ചെയ്തിട്ട് കുറേ കാലമായി. ഇൻഫാക്ട് ഇതിൻ്റെ ഫസ്റ്റ് ട്രെയിലർ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 1 year മുന്നേ റിലീസ് ചെയ്തതാണ്. ബട്ട് സംഹൗ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആക്ച്വലി ഈ ഒരു ഷോയിലാണ് ആദ്യമായിട്ട് ഈ ഗെയിമിനെ കുറിച്ച് അറിയുന്നത്. പിന്നെ ഒരു കാര്യം, എനിക്ക് പേഴ്സണലി ഹൊറർ ഗെയിംസ് ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഹൊറർ ഗെയിംസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അലൻ വേക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് ഓഫ് അസ് അതുപോലെ സീരിയസ് ടോണുള്ള ഹൊറർ ഗെയിംസ് ആണ്. അല്ലാതെ നമ്മൾ യൂട്യൂബേഴ്സ് കളിക്കുന്ന ഒരു ഗ്രാനീൻ്റെ സ്കാരി ഗെയിമില്ലേ, സ്കാരി എന്നാണ് ഇവരൊക്കെ പറയുന്നത്, ഇത് കണ്ട് കുറേ യൂട്യൂബേഴ്സ് എന്തായാലും ഇല്ലെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിം അത്യാവശ്യം ഡാർക്ക് വൈബും അതുപോലെ സീരിയസ് ടോണുള്ള ഹൊറർ ഗെയിമാണ്. അത് ഇതിൻ്റെ വിഷ്വൽസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം ഫോട്ടോ റിയലിസ്റ്റിക് എന്ന് വിളിക്കാൻ പറ്റിയ അല്ലെങ്കിൽ അത്യാവശ്യം റിയലിസ്റ്റിക് എന്ന് വിളിക്കാൻ പറ്റിയ രീതിയിലുള്ള ഗ്രാഫിക്സ് അല്ലെങ്കിൽ വിഷ്വൽസ് ആണ് ഈ ഗെയിമിൻ്റെത്. ഇനി ഗെയിം പ്ലേ നോക്കുകയാണെങ്കിൽ പേഴ്സണലി സാറ്റിസ്ഫൈങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഗൺ പ്ലേ ആണെങ്കിലും അല്ലെങ്കിൽ മേലെ അറ്റാക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു എനിമീനെ എടുത്ത് തലക്കടിച്ച് പൊളിക്കുന്നതാണെങ്കിലും ഇറ്റ് ഓൾ ലുക്സ് ഗുഡ്. എന്തായാലും നമ്മുടെ മറ്റേ മൊബൈലിലെ ഗ്രാനി തള്ളിയോ ആ ഒരു ഹൊറർ ഗെയിമില്ലേ, ആ ഗെയിം കളിക്കുന്ന മിക്ക യൂട്യൂബേഴ്സും ഈ ഒരു ഗെയിമും ഫ്യൂച്ചറിൽ കളിക്കാനും റെക്കോർഡ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ അറിയാൻ വേണ്ടി പറയുകയാണ്, ഇത് അത്ര യൂട്യൂബ് ഫ്രണ്ട്ലി ഗെയിമല്ല. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗോറും വയലൻസും ഒക്കെ ഉണ്ട്. സോ യൂട്യൂബ് പ്രോബബ്ലി നിങ്ങൾക്ക് അധികം മോണിറ്റൈസേഷൻ തന്നാൽ തന്നെ നല്ല ആഡൊന്നും അതിലിടാൻ ചാൻസ് ഇല്ല. സോ റെയ്മെൻസ് ലെജൻഡ് റീടോൾഡ്, ഇത് നമ്മുടെ യൂബിസോഫ്റ്റിൻ്റെ ഒരു റീമേക്കാണ്. ഈ ഗെയിമിൻ്റെ ഒറിജിനൽ ഗെയിം 2013 റിലീസായത്. അൺഫോർച്ചുനേറ്റ്ലി ഈ ഗെയിം ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കളിക്കുകയാണെങ്കിൽ മിക്കവാറും റീമേക്ക് ആയിരിക്കും കളിക്കുന്നത്. പിന്നെ യൂബിസോഫ്റ്റിൻ്റെ ക്രിയേറ്റർ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് മിക്കവാറും യൂബിസോഫ്റ്റ് എനിക്ക് ഈ ഗെയിം ഫ്രീ ആയിട്ട് തരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു മിക്ക ഗെയിമേഴ്സിനോട് യൂബിസോഫ്റ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ മിക്കവാറും പറയാം നമ്മുടെ അസാസിൻ ക്രീഡ് സീരീസോ ഫാർ ക്രൈ സീരീസോ ഇതുപോലുള്ള മേജർ ബിഗ് ടൈറ്റിൽസ് ആയിരിക്കും. പക്ഷേ യൂബിസോഫ്റ്റ് ഇതുപോലത്തെ പ്ലാറ്റ്ഫോം ഗെയിംസും ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഇൻഫാക്ട് ഈ ഗെയിം 2013 റിലീസ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഗെയിമാണ്. ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് അവരിത് റീമേക്ക് ചെയ്ത് വീണ്ടും മിൽക്ക് ചെയ്യാൻ നോക്കുന്നത്. അസാസിൻ ക്രീഡ് ബ്ലാക്ക് ഫ്ലാഗിൻ്റെ റീമേക്ക് പോലെ തന്നെയാണ് യൂബിസോഫ്റ്റ് ഈ ഒരു ഗെയിമിൽ റീമേക്കും അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഗെയിം അതായത് ഒറിജിനൽ ഗെയിമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മേജർ ചേഞ്ചസ് ഉണ്ടാവും. അത് വിഷ്വൽസിലും മാത്രമല്ല, ഒരു മേജർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഗെയിം 2D ഗെയിം ആയിരുന്നു, ഇത് 3D ഗെയിമാണ്. പക്ഷേ ഗെയിം പ്ലേ നോക്കുകയാണെങ്കിൽ 2.5D ആണ്. അതായത് ഈവൻ ദോ ഇതിൽ കാണുന്ന കണ്ടന്റ് എല്ലാം 3D ആണെങ്കിൽ പോലും ഗെയിം പ്ലേ സൈഡ് വൈസ് ആയിരിക്കും, അല്ലെങ്കിൽ സൈഡ് സ്ക്രോളിംഗ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ സിമ്പിൾ മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങളൊരു സൈഡിലോട്ട് പോകുന്ന കളിയാണ് നമ്മുടെ റെയ്മെൻ ലെജൻസിൻ്റെ ഈ റീമേക്കും. പക്ഷേ ഇതിലുള്ള സംഭവങ്ങളൊക്കെ 3Dയിലാണ് ചെയ്തിട്ടുള്ളത്. അതിന് പുറമെ ഇൻ ടേംസ് ഓഫ് സ്റ്റോറി നോക്കുകയാണെങ്കിൽ സ്റ്റോറിയിൽ കുറേ ആഡ് ഓൺസ് ഉണ്ട്. അതുപോലെ മെയിൻ വില്ലൻസ് അല്ലെങ്കിൽ കുറേ വില്ലൻസിന് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറേ ചേഞ്ചസ്, അത് നിങ്ങൾ സൈഡ് ബൈ സൈഡ് കമ്പാരിസണുള്ള വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്, അതെടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ എത്ര ആൾക്കാർക്ക് ഈ റെയ്മെൻ ലെജൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നു എനിക്കറിയില്ല. എനിക്ക് വെറൈറ്റി ഓഫ് ഗെയിംസ് ഇഷ്ടമാണ്. ഞാൻ ഈ മേജർ AAA ഗെയിംസ് കളിക്കുന്ന പോലെ തന്നെ ഈ ചെറിയ ചെറിയ ടൈനി പ്ലാറ്റ്ഫോമർ ഗെയിംസും അതുപോലെ ഇൻഡി ഗെയിംസും കളിക്കാറുണ്ട്. സോ നിങ്ങളും അങ്ങനെ എൻജോയ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഓർ എൽസ് സ്കിപ്പ് ഇറ്റ്. ടൂം റൈഡർ ലെഗസി ഓഫ് അറ്റ്ലാന്റിസ്, ഇതൊരു ബ്രാൻഡ് ന്യൂ ഗെയിമാണെന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. ഇതൊരു ബ്രാൻഡ് ന്യൂ ഗെയിമല്ല, ഇതൊരു റീമേക്കാണ്. എനിക്ക് തോന്നുന്നു ഈ വർഷം കുറേ റീമേക്കിനെ കുറിച്ച് കേട്ടു. നമ്മൾ ബ്ലാക്ക് ഫ്ലാഗിൻ്റെ റീമേക്ക്, ഇപ്പോൾ ടൂം റൈഡർ, റെയ്മെൻ ലെജൻസ്, പിന്നെ ഏതോ റീമേക്ക് കൂടി ഉണ്ടായിരുന്നല്ലോ.
ഐ മീൻ ഇവരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ ഗെയിം ഒന്ന് നിങ്ങൾ നോക്കിയേ, ഈ ഗെയിം 2026 ആരും കളിക്കാൻ പോകുന്നില്ല. യെസ്, ഈ ഗെയിമിൻ്റെ റീമേക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ടൂംബ് റൈഡർ ലെഗസി ഓഫ് അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞാൽ 1996 റിലീസായിട്ടുള്ള ഒറിജിനൽ ടൂംബ് റൈഡർ ഗെയിമിൻ്റെ റീമേക്കാണ്. സത്യം പറഞ്ഞാൽ ഈ വലിയ വലിയ കമ്പനീസിൻ്റെ ഒക്കെ പുതിയ ഗെയിംസിൻ്റെ റീമേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഇവർ ഇത്രയും ലേസിയാണോ പുതിയൊരു ഗെയിം ഉണ്ടാക്കുന്നതിന് പകരം ഈ പഴയ എടുത്തിട്ട് വീണ്ടും ഒലുമ്പുന്നു. ബട്ട് വൈ? പിന്നീട് നമ്മളെ മാഫിയ ഡെഫിനിറ്റീവ് എഡിഷൻ പോലത്തെ റീമേക്കൊക്കെ കളിച്ചതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ റീമേക്കിനോടുള്ള ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയത്. കാരണം പഴയ ഗെയിമൊക്കെ ആണെങ്കിൽ ഒബ്വിയസ്ലി റീമേക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ടൂംബ് റൈഡർ ഗെയിം 1996 കളിച്ച ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. എനിക്ക് തോന്നുന്നു നിങ്ങൾ മിക്ക ആൾക്കാരും ആ ടൈമിൽ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊരു റീമേക്കായിട്ട് ഇറങ്ങുമ്പോൾ സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ബ്രാൻഡ് ന്യൂ ഗെയിം കളിക്കുന്ന പോലെ തന്നെയായിരിക്കും. ഈവൻ ഈ ഗെയിം പണ്ട് കാലത്ത് കളിച്ചിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇപ്പോൾ ഇത്രയും ഒരു ഡിഫറൻസ് ഉള്ളത് കൊണ്ട്, അതായത് ഇൻ ടേംസ് ഓഫ് ടൈം പീരീഡ് നോക്കുകയാണെങ്കിൽ 20 വർഷത്തിന് മുകളിലായി, ഓൾമോസ്റ്റ് എനിക്കൊന്ന് 31 വർഷം അങ്ങനെയായി ആ ഒരു ടൈം ഡിഫറൻസ് ഉണ്ട്. ടെക്നോളജിക്കൽ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ അതും ഇൻസൈൻ ആണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈവൻ ദോ പണ്ട് കളിച്ച ഗെയിം ആണെങ്കിൽ പോലും അവർ ഇത് ഇപ്പോൾ കളിക്കുമ്പോൾ അതൊരു പുതിയ ഗെയിം പോലെയായിരിക്കും ഫീൽ ചെയ്യുക. ഇൻഫാക്ട് ഈ ഗെയിമിൻ്റെ റീമേക്കിനെ കുറിച്ച് ഞാൻ ആദ്യം അറിയുന്നത് കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഗെയിം പ്ലേ കണ്ടപ്പോൾ ഓക്കെ ഇത് റീമേക്ക് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അല്ലാതെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഗെയിമാണ്. സോ ഇറ്റ് ലുക്സ് വെരി ഗുഡ്. പിന്നീട് അനൗൺസ് ചെയ്തിട്ടുള്ള ഗെയിമാണ് നമ്മുടെ കൺട്രോൾ റെസിഡൻറ്റ് എന്ന് പറഞ്ഞ ഗെയിം. നിങ്ങൾ കൺട്രോൾ എന്ന് പറഞ്ഞ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയണ്ടാവും ആ ഗെയിമിൻ്റെ സീക്വലാണിത്, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട്. ഈ ഗെയിം പിന്നെ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. നമ്മുടെ അലൻ വേക്ക് പോലത്തെ ഗെയിംസ്, അല്ലെങ്കിൽ ക്വാണ്ടം ബ്രേക്ക്, അല്ലെങ്കിൽ കൺട്രോൾ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഗെയിം, അതൊക്കെ എൻജോയ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗെയിമേഴ്സിന് മാത്രം എൻജോയബിൾ ആയിട്ടുള്ളൊരു ഗെയിമാണ്. കാരണം ഇത് കുറച്ചുകൂടി സ്റ്റോറി ഫോക്കസ്ഡ് മൈൻഡ് ബെൻഡിങ് ഗെയിമാണ്. നിങ്ങൾക്ക് ഈ സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ കുറച്ച് ഇരുന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ സ്റ്റോറി എന്ന് പറഞ്ഞാൽ സിമ്പിളി പറഞ്ഞു പോവാത്ത സ്റ്റോറി, നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറേ കണക്ഷൻസുള്ളൊക്കെ അങ്ങനെയുള്ള സ്റ്റോറി ഒക്കെ ഉള്ള ഗെയിംസ് ഇഷ്ടമാണെങ്കിൽ പ്രോബബ്ലി നിങ്ങൾ ഇത് എൻജോയ് ചെയ്യും. ഇൻ ടേംസ് ഓഫ് ഗെയിം പ്ലേ നോക്കുകയാണെങ്കിലും ഇതിൻ്റെ ഓവറോൾ അപ്രോച്ച് കുറച്ച് യുണീക്കാണ്. നമ്മൾ അലൻ വേക്ക് പോലെ തന്നെയും അല്ലെങ്കിൽ ക്വാണ്ടം ബ്രേക്കുമായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലുള്ള ഗെയിം പ്ലേ തന്നെയാണ് ഇതിൻ്റെത്. ബട്ട് അഗൈൻ ഇത് കളിക്കുന്ന അല്ലെങ്കിൽ ഇത് എൻജോയ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗെയിമേഴ്സ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ കുറവായിരിക്കും. പക്ഷേ നിങ്ങളിലും കുറച്ച് ആൾക്കാർ പ്രോബ്ലി ഇത് എൻജോയ് ചെയ്യുന്നുണ്ടാവും. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്. ഒനിമുഷ വേ ഓഫ് ദ സോഡ്. നിങ്ങൾ പണ്ട് തൊട്ടേ ഡാഡി അമേരിക്കയെന്നോ അല്ലെങ്കിൽ ഗൾഫിൽ നിന്നൊക്കെ PlayStation 2 കൊണ്ടുവന്ന് അതിൽ ഗെയിം കളിച്ച് വളർന്നവരാണെങ്കിൽ മിക്കവാറും ഒനിമുഷ എന്ന് പറഞ്ഞ ഈ സീരീസിനെ കുറിച്ച് അറിയണ്ടാവും. എന്തായാലും എനിക്ക് ഇതിനെക്കുറിച്ച് ഇതുവരെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. റീസെൻ്റ്ലി ഈ ഒരു പുതിയ ഗെയിം അനൗൺസ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത്. ഇത് PlayStation 2 സീരീസ് ആയിരുന്നു. ഈ സീരീസിലെ ലാസ്റ്റ് ഗെയിം റിലീസായത് 2006 സോ ആ ഒരു സീരീസിൽ പുതിയൊരു ഗെയിം റിലീസായിട്ട് ഏകദേശം 20 വർഷത്തിനടുത്തായി. അങ്ങനെ 20 വർഷത്തിന് ശേഷം ഇനി വരാൻ പോകുന്ന ഒനിമുഷ സീരീസിലെ ഗെയിമാണ് ഒനിമുഷ ദ വേ ഓഫ് ദ സോഡ്. ഈ ഗെയിമിനെ കുറിച്ച് എനിക്ക് ആകെ അറിയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുതിയ ഗെയിമിലെ മെയിൻ പ്രൊട്ടാഗനിസ്റ്റ് മിയമോട്ടോ മുസാഷി എന്ന് പറഞ്ഞ ആളാണ്. ഇയാൾ ഒരു ജാപ്പനീസ് ലെജൻഡ് അല്ലെങ്കിൽ സമുറായി ആയിരുന്നു. ചിലപ്പോൾ നിങ്ങൾ ഈ ഇൻസ്പിറേഷണൽ ബുക്കോ സെൽഫ് ഹെൽപ്പ് ബുക്സോ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്റ്റോയിസിസം അങ്ങനെയുള്ള വഴിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മിയമോട്ടോ മുസാഷിൻ്റെ ഡോക്കോഡോ എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ടുണ്ടാവും. എനിക്ക് കേട്ടിട്ടില്ലെങ്കിൽ അതവിടെ ഇട്ടേക്ക്. ആ ഒരു ക്യാരക്ടറാണ് ഈ ഗെയിമിലെ മെയിൻ ക്യാരക്ടർ. സോ എനിക്ക് തോന്നുന്നു സ്റ്റോറി ഹെവി ആയിട്ടുള്ള ഗെയിം ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ഓവറോൾ ടോൺ എന്ന് പറഞ്ഞാൽ പ്രോബബ്ലി സീരിയസ് ടോൺ ആയിരിക്കും. എന്തായാലും ഈ ഗെയിം കളിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറേയധികം വിസ്റ്റം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെയുള്ള ആളാണ് മിയമോട്ടോ മുസാഷി അണ്ണൻ. പിന്നീട് ദി ലോസ്റ്റ് വൈൽഡ് എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. ഈ ഗെയിം എനിക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നാനുള്ള കാരണം ഇതിൻ്റെ ഡെവലപ്പേഴ്സാണ്. അന്നപൂർണ എന്ന് പറഞ്ഞ ടീമാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അന്നപൂർണ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മിക്കവാറും ആരാന്ന് പോലും അറിയുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് സ്ട്രേ എന്ന് പറഞ്ഞ ഗെയിം ഓർമ്മ ഉണ്ടാവും. യെസ്, ഒരു പൂച്ചയായിട്ട് നമ്മൾ കടിച്ചിട്ടുള്ള ഗെയിം. എനിക്ക് തോന്നുന്നു 3 ഇയേഴ്സോ 4 ഇയേഴ്സോ മുൻപ് ഞാൻ റിലീസായിട്ടുള്ള ഗെയിമാണ്. ആ ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അന്നപൂർണയാണ്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മിക്ക ഗെയിംസും എക്സ്ട്രീംലി യുണീക്കാണ്. ഇവരുടെ തന്നെ ഗെയിംസുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെറിയ ബോക്ക്നെസ് ഒക്കെ അവിടെ ഇവിടെയുണ്ട്. പക്ഷേ ഓവറോൾ നല്ല ക്രിയേറ്റീവായിട്ട് സ്റ്റോറി ടെല്ലിങ്ങിന് വീഡിയോ ഗെയിംസ് യൂസ് ചെയ്യുന്നൊരു ടീമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗെയിമും ആ ഒരു രീതിയിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇതൊരു ഡൈനോസർ സർവൈവൽ ഗെയിമാണ്. എനിക്ക് തോന്നുന്നില്ല ഇതിൽ നിങ്ങൾ ഡൈനോസേഴ്സിനൊക്കെ ഫൈറ്റ് ചെയ്യും അങ്ങനെയുള്ള ഹ്യൂജ് ലാർജ് സ്കെയിൽ ഗെയിം ആവാൻ ചാൻസ് ഇല്ല. സ്റ്റോറി സെൻട്രിക് ആയിട്ടുള്ള ഗെയിം ആയിരിക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഈ ഗെയിമിനെ കുറിച്ച് അധികം ഇൻഫർമേഷൻ ഒന്നുമില്ല. ബട്ട് ഇത് അന്നപൂർണ്ണേൻ്റെ ഗെയിം ആയതുകൊണ്ട് I think it's going to be good. ഇതിന് പുറമെ വേറെയും കുറേ ഗെയിംസ് ഉണ്ട്. നമ്മൾ അണ്ടിൽ ഡോൺ 2 എന്ന് പറഞ്ഞ അണ്ടിൽ ഡോണിൻ്റെ സീക്വൽ വരുന്നുണ്ട്. PlayStation യൂസേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒബ്വിയസ്ലി അണ്ടിൽ ഡോൺ 1 കളിച്ചിട്ടുണ്ടാവും. ഇതുപോലെ അവിടെ എവിടെയായിട്ട് വേറെയും കുറേ ഗെയിംസ് ഉണ്ട്. എല്ലാം ഇവിടെ മെൻഷൻ ചെയ്താൽ ഈ വീഡിയോ 30 മിനിറ്റ് ലോങ് ആയിരിക്കും. സോ അതൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. പിന്നെന്താണ് ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ള. Hope you guys enjoy this video. If you did, give it a big thumbs up and I'll catch you guys in the next video. Till then, goodbye and peace.